ജുവൽ ജംഗ്ഷൻ്റെ എനിക്കൊരോട്ട് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഡിസംബർ 9, 11 തീയതികളിലായി നടക്കുകയും ഡിസംബർ 13 ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങി 1199ഓളം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാവും ഇതെന്ന് യാതൊരു സംശയവുമില്ല. LDF, UDF, NDA എന്നിവയാണ് പ്രധാന കക്ഷികൾ. കൂടാതെ മറ്റ് നിരവധി പാർട്ടികളും സ്വതന്ത്രന്മാരും ജനവിധി തേടുന്നു. പരവൂർ മുനിസിപ്പാലിറ്റിയിലും പൂതക്കുളം, ചിറക്കര ഗ്രാമപഞ്ചായത്തുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ വോട്ടർമാരോട് പറയുവാനുള്ള കാര്യങ്ങളും വാഗ്ദാനങ്ങളുമാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത്. ജുവൽ ജംഗ്ഷൻ്റെ എനിക്കൊരോട്ട് എന്ന ഈ പങ്ക്തിയിൽ ഇന്നത്തെ ആദ്യ ഭാഗത്തിൽ പങ്കെടുക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരവൂർ മുനിസിപ്പാലിറ്റിയിൽ 28ാം വാർഡായ പുഞ്ചറക്കുളത്ത് നിന്ന് സ്വതന്ത്രനായി ജനവിധി തേടുന്ന പരവൂർക്കാർക്ക് സുപരിചിതനും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ സുധീർ ചെല്ലപ്പനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമ്മുടെ പഞ്ചായത്തുകളിലും നഗരസഭയിലുമൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജുവൽ ജംഗ്ഷൻ നടത്തുന്ന ഈ ബൃഹത് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, പരവൂർ നഗരസഭാ കൗൺസിലിലേക്ക് പുഞ്ചറക്കുളം 28ാം നമ്പർ വാർഡിൽ നിന്ന് ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്തുണയില്ലാതെ തികച്ചും ജനങ്ങളുടെ വോട്ടർമാരുടെ മനസാക്ഷി വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പൊതുജീവിതത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തലായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പരവൂരിലും പരിസര പ്രദേശത്തും ഒക്കെ നടന്ന വിവിധങ്ങളായ ജനകീയ സമരങ്ങളുടെ നേതൃസ്ഥാനത്ത് ഞാൻ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരും ജനങ്ങളും നേരിട്ട് കണ്ടിട്ടും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. വളരെ പിന്നോക്കം നിന്ന പരവൂർ നഗരസഭയിലെ പുഞ്ചറക്കുളം എന്ന വാർഡിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു ചെറുതല്ലാത്ത പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും എൻ്റെ വാർഡിനെ പരവൂരിലെ ഏറ്റവും മികച്ച വാർഡാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നടത്തും എന്ന് എല്ലാവർക്കും ഉറപ്പു നൽകുന്നു. 2001, 2005 ഞാൻ പരവൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നത്. അക്കാലത്താണ് പരവൂരിന് എടുത്തു പറയത്തക്ക ഒരുപാട് പദ്ധതികൾക്ക് രൂപം നൽകുവാനും അത് പ്രാവർത്തികമാക്കാനും അന്നത്തെ കൗൺസിലിന് കഴിഞ്ഞത്. അന്ന് നിർമ്മിച്ചതാണ് ഇന്നു കാണുന്ന നഗരസഭയുടെ ഓഫീസ് സമുച്ചയം പ്രവർത്തിക്കുന്ന വലിയ ബഹുനില കെട്ടിടവും അതുപോലെ തന്നെ പരവൂരിലെ ഒല്ലാല് ബൈപ്പാസുകളും പരവൂരിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സും പരവൂരിലെ വാട്ടർ ടാങ്കും പരവൂരിലെ അന്ന് വരെ വെറും മണ്ണ് റോഡുകളായിരുന്ന ഏതാണ്ട് 100ഓളം ചെറുതും വലുതുമായ റോഡുകളുമൊക്കെ ടാറും കോൺക്രീറ്റുമൊക്കെ ഇട്ട് സഞ്ചാരയോഗ്യമാക്കിയതിന് തുടക്കം കുറിച്ച കൗൺസിൽ എന്ന് പറയുന്നത് ഞാൻ ചെയർമാനായിട്ടുണ്ടായിരുന്ന 2001, 2005 നഗരസഭാ കൗൺസിലാണ്. അന്ന് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ തുടർന്നു വന്ന പല കൗൺസിലുകൾക്കും അത് ഒരു നേതൃത്വപരമായ ഉദാഹരണമായി മാറുകയായിരുന്നു. പിന്നീട് വന്ന കൗൺസിലുകളും ചെയർമാന്മാരും ചെയർപേഴ്സന്മാരുമൊക്കെ അവലംബിച്ച വികസന അവരുടെ ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്തുടർച്ചയായി മാത്രം വന്നതാണ്. രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയ പങ്കാളിത്തമുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വം നൽകാത്ത പരവൂരിലെ ആദ്യ വലിയ സമരം എന്ന് പറയുന്നത്
നമ്മുടെ നാട്ടുകാരെ ബോംബെയിലെത്തിക്കാൻ സഹായിച്ച ജയന്തി ജനതാ എക്സ്പ്രസ്സാണ്. ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ സ്റ്റോപ്പ് റെയിൽവേ അവസാനിപ്പിക്കുകയായിരുന്നു. അന്ന് റെയിൽവേ കോമ്പൗണ്ടിൽ മാസങ്ങളോളം നിന്ന സത്യാഗ്രഹത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഞാനാണ്. അതുപോലെ തന്നെ ആ സമരം ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകളൊക്കെ പിന്നീട് ഉണ്ടാവുകയും ആ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാനും നമുക്ക് കഴിഞ്ഞു. അതാണ് നമ്മുടെ പരവൂരിൻ്റെ ജനകീയ സമര ചരിത്രത്തിലെ ആദ്യത്തെ വലിയ വൻ വിജയമായി മാറിയ ഒരു സമരം. മറ്റൊന്നാണ് നമ്മുടെ ചാത്തന്നൂർ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്ന സമരപരിപാടികൾ. നമുക്കറിയാം, അതിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഇന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മേൽ മാത്രം ചാർത്തി കൊടുക്കാൻ എൻ്റെ ബോധം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ പലരും അത് അറിഞ്ഞതായി നടിച്ചില്ല, പലരും അത് വേണമെന്ന് വെച്ച് പ്രവർത്തിച്ചില്ല. അതിൻ്റെ പരിണത ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നും അവിടെ ഒരു സുഗമമായ അടിപ്പാത നമുക്ക് നിർമ്മിച്ച് തരാം എന്ന് ഒരു മന്ത്രാലയത്തിൽ നിന്നും ഒരു കത്തും ഒരു സമരസമിതിക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ലഭിച്ചതായി ഇന്നുവരെ എൻ്റെ അറിവിലില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഇത്രയും കാലം എൻ്റെ പൊതുജീവിതം നയിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. എൻ്റെ വാർഡിലെ ഓരോ പ്രശ്നങ്ങളിലും നേരിട്ടിടപെട്ടുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ അവരുടെ ഓരോ പ്രശ്നങ്ങളിലും നേരിട്ടിടപെട്ടുകൊണ്ടൊരു കുടുംബാംഗങ്ങളെപ്പോലെ ഇതുവരെ പ്രവർത്തിക്കുവാനും പൊതുരംഗത്ത് നിൽക്കുവാനും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. തുടർന്നും അവരോടൊപ്പം, ജനങ്ങളോടൊപ്പം, എൻ്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകാൻ മാത്രമേ എനിക്ക് കഴിയൂ. അത് 100% മനസ്സാക്ഷിയോടുകൂടി പറയുന്നതാണ്, അഭ്യർത്ഥിക്കുന്നതാണ്. യാതൊരു പരാതിക്കും ഇടവരുത്താതെ, ഒരാൾ പോലും കുറ്റം പറയാതെ എൻ്റെ കൗൺസിൽ കാലാവധി ഞാൻ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങളാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം നിന്ന് നടത്തിത്തരുന്നതിന് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന പുഞ്ചിറക്കുളം വാർഡിനെ പരവൂരിലെ മികച്ച വാർഡുകളിൽ ഒന്നാക്കി മാറ്റുന്നതിന് എൻ്റെ എളിയ പരിശ്രമമുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ, നിങ്ങളുടെ പൊതുകാര്യങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. എന്നെ പലതവണ തിരഞ്ഞെടുത്ത നിങ്ങളോടുള്ള നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ്. തുടർന്നും എന്നെ നിങ്ങളുടെ കൗൺസിലറായി തിരഞ്ഞെടുത്താൽ ഈ വാർഡിൻ്റെ പുരോഗതിയിൽ, ഈ നാടിൻ്റെ പുരോഗതിയിൽ എല്ലാം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം. Jewel Junction Media.